ഹായ്, സർക്കിൾ ഇൻസ്പെക്ടർ മാധവൻകുട്ടി. ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. വധു സബ് കളക്ടറാണ്. സോ ബി കെയർഫുൾ. ഈ പ്രോട്ടോകോളിന്റെ അന്തരം അത് ഈ സ്ത്രീകൾ കുറയ്ക്കട്ടെ. മിക്സ് ചെയ്തടിക്കാം. ഏതൊക്കെ ഇഷ്ടമെന്നറിയില്ല. എല്ലാം കൂടെ അടിച്ചപ്പോ ഒരു വൃത്തിയറ്റ നാറ്റം. ഈ മുല്ലപ്പൂ ആ നാറ്റം മാറ്റട്ടെ. ഇതാർക്കാ? മണവാളന് മണിയറയിലേക്ക്. അവന് പാലാ. മൂർക്കമ്മാവിന് ഇവിടെ പഞ്ചാര ഇട്ട് കൊടുത്തോ. എന്നാൽ അവന് കൊടുക്കാൻ പാടില്ല. അവന് അതിനേക്കാൾ വിഷമാ. ഇങ്ങനെ കൊണ്ടുവന്നേ. അപ്പോ എന്താന്നറിയില്ല മോനെ. പാല് കണ്ട അപ്പ ഞാൻ കുടിക്കും. കുടിച്ചോ. ഞാൻ അടിച്ചാ പിരിയും. ഞാൻ 2 എണ്ണം വിട്ടണ്ടേ ഒരു ധൈര്യത്തിന്. സബ് കളക്ടർ റൂമിലേക്ക് ആദ്യമായിട്ട് സല്യൂട്ട് ചെയ്യേണ്ട പോവല്ലേ. വരട്ടെ പാലുകൂടിയാ. അങ്ങനെ ആകട്ടെ കള്ളുകൂടിയാ. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ. നാറിക്ക് വയ്യെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിരിക്കെ. രാവിലെ മുതൽ റെസ്റ്റ് എടുക്കണ്ടായില്ലേ. പോടാ. ഈ തെണ്ടിക്കൊക്കെ പെണ്ണു കൊടുത്ത് ഞാനാണ് തെണ്ടി. എന്നെ വേണം തല്ലാൻ. ഒരു വഴിക്ക് പോകുന്നല്ലേ. ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു എക്സർസൈസ്? സേതു, ഞാൻ എത്തി. കളക്ടർക്ക് കാവൽ നിൽക്കാന് പോലീസിന് യോഗമുള്ളൂ. ഇന്നാ പിടിച്ച പായ. ഇവിടെ എവിടെയെങ്കിലും പിരിച്ചു കിടന്ന് വരട്ടെ സർക്കിൾ ഇൻസ്പെക്ടറെ. എക്സൈസ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഒരല്പം മസിലിരുന്നോട്ടെ. ഓഹോ, ഒരു പായ താങ്ങാനുള്ള ആവതില്ലേ. എന്താ ഇത്? നിന്റെ മാധവൻകുട്ടി ചേട്ടൻ ഇവിടെ നിന്നാ പിന്നത്തെ ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് മുമ്പിൽ നമ്മളെല്ലാം സമന്മാരാണ് സേതു. അവിടെ സർക്കിൾ ഇൻസ്പെക്ടർ സബ് കളക്ടർ അങ്ങനെയൊന്നുമില്ല. എന്റെ പൊന്നല്ലേ വാതിലോർക്ക്. എന്റെ ആങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗ ഈ ബന്ധം. അന്ന് നിങ്ങൾ പറഞ്ഞു താലി കെട്ട് കഴിഞ്ഞാലുടൻ അവനെ കേസിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ എത്തിക്കുന്നു. എന്നിട്ട് അവൻ എവിടെ? അയ്യോ സേതു, ഞാൻ ആനന്ദിനെ താലിയിട്ട് കഴിഞ്ഞപ്പോഴേ വിട്ടിരുന്നു. പിന്നെ അവൻ എവിടെ പോയി? അതിപ്പോ ഞാൻ കാരണം പെങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ ഓർത്ത് അവൻ നാട് വിട്ട് കാണും. സേതു, നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്നിട്ട് നമ്മുടെ 2 ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച് നമുക്ക് അന്വേഷിക്കാലോ. നീ വാതിലും തുറക്കും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്ന് അവകാശം പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ഭാര്യയാക്കാൻ കഴിയില്ല. എന്റെ അപ്രോച്ച് ശരിയായില്ല. കുറച്ചും കൂടി സോഫ്റ്റ് ആവണം, റൊമാൻറ്റിക് ആവണം. മൺമറഞ്ഞ സിൽക്ക് സ്മിതേ, ജീവിച്ചിരിക്കുന്ന ജയമാലിനി അനുരാധാവർകളെ ഇവളെ പ്രലോഭിപ്പിക്കാൻ എന്നെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണേ. ഏയ് ഇവിടെ ആരെങ്കിലും ചങ്ങലക്കിട്ടുണ്ടോ? എന്ത്? അല്ല, ഒരു ഭ്രാന്തന്റെ നിലവിളി പോലെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഓഫീസിൽ ഒന്ന് സീൽ വെച്ചോളൂ. നീ എവിടേക്കാടി? ഓഫീസിലേക്ക്. കല്യാണം പറ്റുന്ന ഓഫീസിലേക്കോ? അപ്പൊ വിരുന്നിനൊന്നും പോണ്ടേ? അല്ല, നിനക്കെന്നെ പോലെ ബന്ധുക്കളാരും ഇല്ലേ? ഇല്ല. വലിയ ജാടയൊന്നും വേണ്ട. നീ സബ് കളക്ടറാണെന്ന് ഞാൻ നോക്കില്ല. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്. വഴിന്ന് മാറ്, എനിക്ക് ഓഫീസ് പോണം. സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റാത്ത നീ എങ്ങനെയാണ് ഒരു ജില്ല ഭരിക്കണത്? നിനക്കറിയോ, ഞാൻ ബെഡ് കോഫി കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പല്ല് കഴിച്ചിട്ടില്ല. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കല്യാണ പന്തൽ വെച്ച് അനുഭവിച്ചതാ. അതേ ദുർഗന്ധം. ആ ക്യാപ്പിൽ എന്റെ മിസ്സസ് മിസ്സായോ? സാരി പുറത്ത് ഡോറ് തുറക്കടാ. വിടില്ല ഞാൻ. എടുക്കടാ, എന്റെ രക്ഷത്തിൽ എടുക്കടാ. താൻ വണ്ടി എടുക്ക. മാഡം, ഹസ്ബൻഡ്? തന്റെ ഹസ്ബൻഡ് ഒന്നുമില്ലല്ലോ. വണ്ടി എടുക്കണോ? വിടില്ല ഞാൻ.
കൊതിപ്പിച്ചാണ്. ഇനിയിപ്പൊ ബ്രഷും പേസ്റ്റും സോപ്പും അങ്ങോട്ട് എത്തിച്ചാൽ മതിയല്ലോ. പോടാ മാമ്പട്ടി. സാർ ഒരാഴ്ച ലീവാണ്, ഹണിമൂണിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ തന്നെ ഇരുന്ന് ഇതാണ് എന്റെ ഹണിമൂൺ കോട്ടേജ്. ഈ കാക്കിയാണ് എന്റെ ഭാര്യ. സാറിന് തലയ്ക്ക് വല്ല അടിയും കിട്ടിയ? എനിക്ക് തലക്കടിയേറ്റത് ഇയാളെങ്ങനെ അറിഞ്ഞു? ഇന്നലത്തെ സുഖമെടുത്ത് ആരെങ്കിലും ടി വി കൊടുത്തു? ഓ, ടിവിയിലുണ്ടാ? ആ, ഛേ, ജോലിക്ക് വരണ്ടായിരുന്നു, നാണക്കേടായിപ്പോയി. ഒരാഴ്ച ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഹണിമൂണിന് പോയാൽ മതിയായിരുന്നു. ഹലോ. ഹലോ, ഹസ്ബൻഡ് മാധവൻകുട്ടി സ്പീക്കിംഗ്. ഡി എന്ത് വേണം? ഏയ് ഒന്നുമില്ലടി, ചുമ്മാ വെറുതെ ഒരു രസം. ഓ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനായിരുന്നു ഇപ്പത്? എന്റെ പേര് അച്യുതൻ, റിട്ടയർഡ് സ്കൂൾ മാഷ. ഇത് എന്റെ ഒരേ ഒരു മകൾ പാർവതി. ഇരിക്കും. ഞാൻ സിറ്റി ചാനലിലെ റിപ്പോർട്ടർ. ഇപ്പൊ ലീവില. കോർട്ട് ഓർഡർ പ്രകാരം മാർക്കറ്റ് കോളനിയിലെ കേസ് അന്വേഷണ ചുമതല മാഡത്തിനാണെന്ന് ഞാൻ അറിഞ്ഞു. ആ കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തെളിവുകൾ ഏതൊക്കെ? ഇതാ മാഡം. രണ്ടുപേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജൻ ജോസഫ് എന്റെ ശിഷ്യനും അയൽവാസിയാണ്. ഈ തെളിവുകൾ ഇനിയും മൂടിവെക്കപ്പെട്ടാൽ ഒരുപക്ഷെ അയാളുടെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. My God. താങ്ക് യു പാർവതി. ചായ കുടിക്കൂ. ഇതിന്റെ കേസ് അന്വേഷണത്തിന് ഒരുപാട് ഗുണം ചെയ്യും. മോൾ എനിക്കൊരു വാക്ക് തരണം. എന്റെ മകളെ മാധ്യമങ്ങളുടെ മുമ്പിലോ കോടതിയിലോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിച്ചിറക്കരുത്. മകളെ കുറിച്ച് ഓർത്തുള്ള ഒരു അച്ഛന്റെ അപേക്ഷയാണിത്. നിങ്ങൾക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. ഒരിക്കലും ഇൻഫോമർ ആരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്താറില്ല. മാഷിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. കൊലയാളിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉടനെ പ്രതി അറസ്റ്റ് ചെയ്യാലോ? നോ സേതുലക്ഷ്മി. അവരുടെ കയ്യിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ എവിടുന്നാണ്, എന്തിനാണ്, ഇപ്പൊ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയാൽ മാത്രമേ ഈ അന്വേഷണം പൂർത്തിയാവൂ.